നമസ്കാരം ശ്രീ അമൽ നീരദ്. നമസ്കാരം. താങ്കളുടെ ഏറ്റവും പുതിയ ചിത്രമായ അൻവർ തിയേറ്ററിലെത്തിയ ഈ അവസരത്തിൽ ഫോറം കേരളത്തോട് ചിത്രത്തെ പറ്റി സംസാരിക്കുവാൻ അല്പസമയം മാറ്റിവെച്ചതിൽ വളരെയധികം സന്തോഷം. താങ്കളുടെ മൂന്നാമത്തെ ചിത്രമാണ് അൻവർ. ബിഗ് വിക്കും സാഗർ എലിയാസ് ജാക്കിക്കും ശേഷം താങ്കൾ സംവിധാനം ചെയ്യുന്ന ചിത്രം. ഈ ചിത്രം താങ്കളുടെ മുൻപ് പുറത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? പ്രേക്ഷകരോട് ചിത്രത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ കഴിഞ്ഞ രണ്ട് സിനിമകള് അതൊരു ഒരു തികച്ചും എന്താ പറയുന്ന ഒരു വളരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള അതിന്റെ ഒരു തികച്ചും സിനിമകളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ കഥകളായിരുന്നു. അപ്പൊ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ രണ്ട് സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു ചിലപ്പോ ഒരു സമകാലീന അവസ്ഥകളിൽ കേരളത്തിൽ സംഭവിക്കാവുന്ന ഒരു കഥയാണ്. എന്ന് വെച്ചാൽ ഒരു കഥ തന്നെയാണ്, 100% ഫിക്ഷൻ ആണ്. പക്ഷെ ആ ഫിക്ഷൻ വേണമെങ്കിൽ ഈ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലീന അവസ്ഥയിൽ കേരളത്തിൽ സംഭവിക്കാം. അപ്പൊ അങ്ങനെ അതിനൊരു ആ കഥയ്ക്ക് ഒരു ചെറുതായിട്ട് ഒരു സിനിമാ കഥയിൽ നിന്ന് വേറിട്ട ഒരു കുറച്ച് ജീവിതത്തിന്റെ അവസ്ഥകളുണ്ട്. പിന്നെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ചതോ അതെ. അപ്പൊ ചിലപ്പം ഈ സിനിമയിലെ നായകൻ എന്റെ കഴിഞ്ഞ സിനിമയിലെ നായകൻ വന്നിറങ്ങിയ പോലുള്ള ഭയങ്കര വലിയ കാറുകളിലായിരിക്കില്ല വന്നിറങ്ങുന്നത്, അദ്ദേഹം ചിലപ്പോൾ ഓട്ടോയിലായിരിക്കും വന്നിറങ്ങുന്നത് എന്ന് പറയുന്ന പോലുള്ള ചില ജീവിതവുമായിട്ട് കുറച്ചും കൂടെ റിയൽ ആയിട്ടുള്ളൊരു പ്ലെയിനിൽ സംവേദിക്കുന്നതാണ് ഈ സിനിമ. ഈ ചിത്രത്തിന് വളരെ മികച്ച ഇൻഷലാണ് ലഭിച്ചത്. ചിത്രം പുറത്തിറങ്ങി 2-3 ദിവസത്തിനുള്ളിൽ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച കളക്ഷൻ നേടി ചിത്രം മുന്നോട്ട് പോകുന്നു. ചിത്രത്തിന്റെ മൊത്തം നിർമ്മാണ ചെലവ് എത്രയാണ്? ഇതുവരെ അതിന് എത്രത്തോളം കളക്ഷൻ കിട്ടി? ഈ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഇപ്പൊ അതെ, എന്താ വെച്ചാൽ പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ കാര്യം ഈ സിനിമയുടെ കളക്ഷൻസ് ഇപ്പോ എന്ത്രന്റെ മുകളിലാണ് ഈ സിനിമയുടെ ഇനീഷ്യൽ കളക്ഷൻസ്. അതിന്റെ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള കേരളം എങ്ങോ കേരളം മുഴുവനുള്ള നമ്മുടെ കളക്ഷൻസ്. അപ്പൊ നമ്മുടെ ഷെയറും അങ്ങനെയാണ്. അപ്പോ എന്ത്രനും എന്റെ സിനിമയുമായിട്ടുള്ള, ഞാൻ അത് പല ഇന്റർവ്യൂവിലും പറഞ്ഞു കഴിഞ്ഞു കാര്യം അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വിളി. എന്ത്രനും എന്റെ സിനിമയുമായിട്ടുള്ള പൈസയുടെ ഡിഫറൻസ് 158 കോടിയുടെയാണ്. അപ്പം എന്ത്രൻ 162 കോടിയുടെ സിനിമയാണെങ്കിൽ എന്റെയും എന്ത്രന്റെയും കൂടെ ഉള്ള ബഡ്ജറ്റ് ഡിഫറൻസ് 158 കോടിയാണ്. അപ്പം എനിക്കതിനകത്ത് പേഴ്സണലി വലിയ സന്തോഷമുണ്ട്. എനിക്കതിനകത്ത് വലിയ സന്തോഷമുണ്ട്. കാര്യം എനിക്ക് അത്ര ഒരു വലിയ സിനിമയുമായിട്ട് അതിന്റെ ഷെയർസിലും കളക്ഷൻസിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു താരം എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ വളർച്ച താങ്കൾ എങ്ങനെയാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്ന ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അതെനിക്ക് അങ്ങനെ താരമെന്നുള്ള തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസിന്റെ വിശേഷണം പോലെ യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലുള്ള തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഒരു സ്റ്റാറാണ്. പിന്നെ എനിക്ക് താരവും വളർച്ചയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പൃഥ്വിരാജിന്റെ ആസ് എൻ ആക്ടർ ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് എന്നെ സംബന്ധിച്ചൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഞാൻ 100% തൃപ്തനാണ്. I'm really happy the way he has performed and I really believe his performance is like super brilliant. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് ആരെങ്കിലും എനിക്ക് തോന്നുന്നില്ല, അത് കേരളത്തിലോ പുറത്തോ അല്ല ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ഈ റോള് ഇതിലും നന്നായിട്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ലൈക്ക് റിയലി ഹാപ്പി അബൌട്ട് പൃഥ്വിരാജ് ആസ് എൻ ആക്ടർ. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഒരു സ്റ്റാറാണ്. അത് ഈ സിനിമയ്ക്ക് മുമ്പും സ്റ്റാറാണ്, ഈ സിനിമയ്ക്ക് ശേഷവും സ്റ്റാറാണ്. അൻവർ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ കാലമായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന വളരെ മോശമായ ഒരു പ്രവണത, അതായത് ഒരു താരത്തിന്റെ ചിത്രം പുറത്തിറങ്ങുമ്പോൾ അതിനെ കൂവി തോൽപ്പിക്കുവാൻ മനഃപൂർവ്വമായിട്ട് ഒരു കൂട്ടം ആളുകൾ എത്തുന്നു. അപ്പോൾ ഈ നിലയിലുള്ള ചില വിലയിരുത്തലുകൾ കുറെ കാലമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അൻവർ തിയേറ്ററിൽ എത്തിയപ്പോഴും
പല കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചിത്രത്തിനെതിരെ ഇങ്ങനെ ഇതിനെ കൂവി തോൽപ്പിക്കാൻ ഉള്ള രീതിയിൽ ഒരു 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 സംഘം ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആരായിരിക്കും ഇതിന് പിന്നിൽ? അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് ഈ ഒരു പ്രവണതയെ പറ്റി പറയാനുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രവീൺ തന്നെ ചോദിക്കുന്നത് പോലെ തന്നെ, പ്രവീൺ അറിയാവുന്ന പോലെ തന്നെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുന്നത്, നമ്മൾ ഒരു എന്ന് വെച്ചാൽ കൂവുന്ന ഇപ്പൊ അത് ഏത് ഫാൻസ് ആരുടെ സിനിമ കൂവിയാലും അല്ലെങ്കിൽ എവിടെ പോയിരുന്ന ഗ്രൂപ്പായിട്ട് കൂവിയാലും അത് നമ്മുടെ വളരെ പുരാതനവും എല്ലാമായിട്ടുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എന്ന് വെച്ചാൽ സംസ്കാരത്തില് ഒരു എന്താ പറയുന്നത് പാലിയോലിത്തിക് നിയോലിത്തിക് ഏജസ് എന്ന് പറയേണ്ടി വരും. മനുഷ്യൻ ആ സമയത്തായിരുന്നു അങ്ങനെയുള്ള മൃഗങ്ങളെ പോലെ പെരുമാറിയിരുന്നത്. അപ്പൊ അതിനുശേഷം സംസ്കാരവും ചരിത്രവും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ശേഷം കാര്യം കല പോലുള്ള അല്ലെങ്കിൽ ആർട്ട് പോലുള്ള കാര്യങ്ങളോട് റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു വലിയ സംസ്കാരമുള്ള സ്ഥലമാണ് കേരളം. അപ്പൊ ആ കേരളത്തിൽ നിന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിലും വലിയ ഫാൻസ് ഇപ്പം എന്താ പറയുന്നത് തമിഴ്നാടും ആന്ധ്രയിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവിടെ ഒരു ഫാൻസ് മറ്റൊരു ഫാൻസിന്റെ സിനിമയിൽ വന്നിരുന്ന് കൂവ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെയാണ്, ഓരോരുത്തരും വളർന്നു വരുന്നതിന്റെയും അവരുടെയൊക്കെ വീടുകളിൽ പഠിപ്പിക്കുന്ന സംസ്കാരവും എല്ലാമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കലയിൽ വന്നിട്ട് കൂട്ടമായിട്ടിരുന്ന് കൂവുകയും കൂവി തോപ്പിക്കുകയും എന്ന് പറയുന്നത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വളരെ പുരാതന സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്, വളരെ ഗോത്രപരമായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ അത് കാണിക്കുമ്പോൾ മലയാളി സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന മലയാളികൾ അങ്ങനെ വന്ന് കാണിക്കുന്നതിന് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അൻവറിന്റെ ചില നിരൂപണങ്ങളിൽ എങ്കിലും കണ്ടത് താങ്കളുടെ മുൻപ് ഇറങ്ങിയ 2 ചിത്രങ്ങളുമായി ചില കാര്യങ്ങളിൽ ഈ ചിത്രത്തിനുള്ള ഒരു സാമ്യമാണ്. അതായത് പക്ഷെ അത് ചില ടേക്കിങ്സിലുള്ള സാമ്യമായിരിക്കാം, ഒരുപക്ഷെ സ്ലോ മോഷൻ. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഈ ചിത്രത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് താങ്കൾക്ക് എന്താണ് അതിനെ പറയാനുള്ളത്? അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഇപ്പൊ ഞാൻ ആവർത്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. കാര്യം ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം, എന്റെ എല്ലാ സിനിമയിലും ഒരു സീനിൽ മഴയുണ്ട്. അപ്പം ഒരു സീനിൽ മഴയുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പം ഇന്നിപ്പോ ഒക്ടോബർ എത്രയാണ്, ഒക്ടോബർ 20 ഇന്ന് പോലും ഇവിടെ മാർച്ചിൽ തുടങ്ങിയിരിക്കുന്ന മഴ ഇന്ന് പോലും തീർന്നിട്ടില്ല. ഇന്നും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോ എന്റെ സിനിമകളിൽ 65 സീനുള്ള ഒരു സിനിമയിൽ ഒരു സീനിൽ മഴ വെക്കുക എന്നുള്ളത് ഒരു മലയാളം സിനിമ എടുക്കുന്ന ആളെന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്ന് സിനിമ എടുക്കുമ്പോൾ ഒരു സീനിൽ മഴ വെക്കുക എന്നുള്ളതും എന്റെ ജന്മാവകാശമാണ്. അതെന്റെ റൈറ്റാണ്. അപ്പൊ ചിലപ്പം എത്രയോ സിനിമകളിൽ എത്രയോ സീനുകളിൽ മഴ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ആണ് ഒരു സ്ഥിരമുള്ള എന്നെ കുറിച്ചുള്ള ഇത്. രണ്ട് പറയുന്നത് സ്ലോ മോഷൻസ്. അതെ, സ്ലോ മോഷൻസ് നമ്മൾ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറെ അധികം ബ്രില്യൻ ഫിലിം മേക്കേഴ്സിനെ എടുത്ത് നോക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് വോൺട്രിയർ കഴിഞ്ഞ കാൻ ഫെസ്റ്റിവലില് ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പടമായിട്ട് ഇതുള്ളൂ. ലാസ്റ്റ് വോൺട്രിയറിന്റെ ആന്റി ക്രൈസ്റ്റ് മുഴുവൻ 1500 ഫ്രെയിം സ്ലോ മോഷൻസ് ആണ് ആ സിനിമ മുഴുവൻ. അത് കണ്ടിട്ടുള്ള ഫെസ്റ്റിവൽസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇനി അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ് എടുക്കുന്ന ക്വിന്റിൻ ടെറാന്റിനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സില് എത്രയോ ഹൈ സ്പീഡ് ഷോട്ടുകളാണ് ആ സിനിമയിലുള്ളത്. അല്ലെങ്കിൽ ഗൈ റിച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെർലക് ഹോംസ് എന്ന് പറയുന്ന പടം അല്ലെ, ഇതെല്ലാം പോട്ടെ, ഇവരെല്ലാരും പോയിരുന്ന് കാണുന്ന ഇപ്പൊ പയ്യ എന്ന് പറയുന്ന സിനിമയിലുണ്ടായിരുന്ന 50% സ്ലോ മോഷൻസ് എന്റെ ഒരു സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അപ്പം സ്ലോ മോഷൻ ഞാൻ ഇനിയും സ്ലോ മോഷൻസ് ചെയ്യും. മോഷനിൽ കാര്യം റിയാലിറ്റിയിൽ കാണുന്ന മോഷനിൽ നിന്ന് ഡിഫറൻറ്റ്, അതിനെയാണ് നമ്മൾ സിനിമ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മോഷനിൽ ഡിഫറൻസ് ചെയ്യാൻ പറ്റുമെന്ന് ക്യാമറ ചെയ്യാൻ പറ്റുന്നതാണ് അതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. പുതിയ സിനിമകളിൽ പുതിയ വരുന്ന ഇവര് സൽമാൻ ഖാന്റെ ദബങ് പോയിരുന്നിട്ട് ആ സ്ലോ മോഷൻ കണ്ടിരുന്നിട്ട് ആക്ഷൻ കണ്ടിരുന്ന് കൈയടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയും അതേപോലെ തന്നെ ഇഷ്ടംപോലെ എന്റെ സ്ലോ മോഷൻ കാണുന്നു വന്നിരുന്ന കൈയടിക്കാൻ വരുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എന്റെ സ്ലോ മോഷൻസിനെ കുറിച്ച് പറയുന്നത്. എന്റെ സിനിമകളിൽ സ്ലോ മോഷൻസ് കാണുന്നതുകൊണ്ട് ഹൃദയാഘാതമുള്ളവർ ദയവ് ചെയ്തത് കാണാതിരിക്കുക. അതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല.
സ്ലോ മോഷന്റെ കാര്യത്തിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷൻ സിനിമയിലുള്ള ഏറ്റവും ഇൻട്രസ്റ്റ്, സ്ലോ മോഷൻ മാത്രമല്ല എന്റെ സിനിമയിൽ സ്പീഡിന്റെ പല വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. കാര്യം സ്പീഡ് മോഷൻസും ഉണ്ടാകാറുണ്ട്. അത് അവർക്ക് ഹൈ സ്പീഡ് എന്നാണ് ശരിക്കും സ്ലോ മോഷനെ പറയുന്നത്. അപ്പം സ്പീഡ് വേരിയേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്. അപ്പോ സ്ലോ മോഷൻ. പിന്നെ എന്താണ് പ്രവീൺ എന്റെ കുറ്റങ്ങൾ? അല്ല, പൊതുവെ ഒരുപക്ഷെ പല നിരൂപണങ്ങളിലും പൊതുവായി വന്ന ഒരു വിലയിരുത്തൽ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലപ്പോഴും കാണാൻ പോകുന്ന പല തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഇന്റർനാഷണൽ സിനിമകളില് എന്റെ സിനിമകളിൽ ഉണ്ടാകുന്നതിലും 4 ഇരട്ടിയോ 10 ഇരട്ടിയോ. ഇപ്പൊ ഈ ലാസ്റ്റ് കോൺട്രിയറിന്റെ ഞാൻ പറഞ്ഞ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീക്വൻസ്, അതൊരു വലിയ ആ സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് മുഴുവൻ 1500 ഫ്രെയിം സ്ലോ മോഷൻസ് ആണ്. അപ്പൊ അതിന് ഇങ്ങനെ ഭയങ്കര പ്യൂരിറ്റൻ ആയിട്ട് സ്ലോ മോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആർട്ട് പടം ഒന്നും എടുക്കുന്ന സംവിധായകനല്ലല്ലോ. ഞാൻ 100% കമേഴ്ഷ്യൽ സിനിമ എടുക്കുന്ന എന്റെ സിനിമകള് വളരെ നോർമൽ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമൂഹത്തിന്റെ പല ഇതിൽ നിന്നുള്ള ആൾക്കാർ കാണുകയും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ചെറുപ്പക്കാര് എന്റെ സിനിമ വന്നിരുന്ന് കൈയടിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഞാൻ എടുക്കുന്ന ആ സ്ലോ മോഷൻസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, എനിക്ക് അവരുടെ ഇഷ്ടത്തിന്റെ കൂടെ എനിക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ വേറെ പ്രശ്നമില്ലല്ലോ. അപ്പൊ എനിക്കപ്പോ അതുകൊണ്ട് അത് ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് ഓപ്ഷൻ ഉണ്ട് സിനിമ കാണാതിരിക്കാനുള്ള. കാര്യം വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് അവരെല്ലാരും കൂടെ എന്നെ നന്നാക്കാൻ ശ്രമിച്ചു, 2 പ്രാവശ്യം നന്നാക്കാൻ ശ്രമിച്ചു, ഞാൻ 3-ാമത്തെ പ്രാവശ്യം നന്നായിട്ടില്ല. അപ്പൊ അവർക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they can stay out of it. They have the option to absolutely stay out of it. They can go and watch Payya or any film which has എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിന് പുറത്തുള്ള സിനിമകൾ കണ്ട് അതിലെ സ്ലോ മോഷൻസ് കണ്ട് അവർക്ക് കൈയടിക്കാം. എന്റെ സിനിമ കാണാൻ വരുന്ന പാവപ്പെട്ട മനുഷ്യർ അവർ എന്റെ സിനിമ കണ്ട് സ്ലോ മോഷൻസ് കണ്ട് കൈയടിക്കട്ടെ. താങ്കളുടേതായി ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളെ പറ്റി എന്തെങ്കിലും ഇപ്പോൾ സൂചിപ്പിക്കാൻ കഴിയുമോ? മമ്മൂട്ടിയുടെ സാമ്രാജ്യം എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം താങ്കൾ? അത് ഞാൻ പല പ്രാവശ്യം പലയിടത്തും പറഞ്ഞതാണ്. അത് ഞാനായിട്ട് പറഞ്ഞത് അത് സാമ്രാജ്യം സംവിധാനം ചെയ്ത ജോമോൻ അദ്ദേഹത്തിന്റെ സിനിമയാണ്. എനിക്ക് അത് അദ്ദേഹത്തിന്റെ തന്നെ സ്ക്രിപ്റ്റുമാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അറിയില്ലായിരുന്നു സ്ക്രിപ്റ്റ് എന്ന്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുമില്ല. അത് ആരോ തുടങ്ങിയൊരു ഡിസ്കഷൻ ആണ്. അത് ഭയങ്കര ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുമില്ല. ഞാനതിന് ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടുമില്ല. ഞാൻ എന്തായാലും മമ്മൂക്കയുമായിട്ടൊരു പ്രോജക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അതെന്തായാലും സാമ്രാജ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ആയിരിക്കില്ല. താങ്കളുടെ ഇനി ഉടൻ വരാൻ പോകുന്ന പ്രൊജക്ടുകളെ പറ്റി എന്തെങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുമോ? ഞാൻ ശരിക്കും പല പ്രോജക്റ്റിലും ഡിസ്കഷൻ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ സിനിമ തീർന്നതിന്റെ ഒരു ഹാങ് ഓവറിലാണ്. അപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് അടുത്തൊരു സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? വളരെയധികം നന്ദി. ഞങ്ങളോട് ഇത്ര നേരം താങ്കളുടെ പുതിയ ചിത്രത്തെ പറ്റി സംസാരിച്ചതിന്, താങ്കളുടെ സിനിമാ സങ്കല്പങ്ങളെ പറ്റി ഒക്കെ അല്പം സംസാരിച്ചതിന്. അൻവർ ഒരു വൻ വിജയമായി മാറട്ടെ. താങ്കളുടെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളൊക്കെ വൻ വിജയങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഫോറം കേരളത്തിന്റെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു പ്രവീൺ. താങ്ക്സ് അലോട്ട്.